സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞത് തന്നെയാണ്, ഒരു ആശ്വാസമായിട്ട് മഴ എത്തി എന്നുള്ളതാണ്. ചിലയിടത്തൊക്കെ മഴ ചെറുതായിട്ടെങ്കിലും ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതായത് കനത്ത വേനൽ ചൂട്, അതിനിടെ വൈദ്യുതി നിയന്ത്രണത്തിന്റെ പ്രശ്നങ്ങൾ പലയിടത്തും, ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയല്ല, നേരിയ മഴയാണ് ലഭിച്ചത്. പക്ഷേ നേരിയ ഒരു ആശ്വാസം എന്ന് പറയാൻ കഴിയും വിധമാണ് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ വരെ വിവിധ സമയങ്ങളിലായി പലയിടങ്ങളിലായി മഴ ലഭിച്ചു. എന്നാൽ എല്ലായിടത്തും മഴ ലഭിച്ചില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലാണ്. ഇവിടെ അടക്കം, അതായത് വൈറ്റില, പനമ്പള്ളി നഗർ അടക്കമുള്ള നഗരമേഖലകളിലും പുലർച്ചയോടുകൂടി മഴ ലഭിച്ചു എന്നതൊരു അല്പം ആശ്വാസം ഉണ്ടാക്കിയ കാര്യമാണ്. അതേസമയം ഈ വൈദ്യുതി നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വരികയും അതൊക്കെ അറിയിക്കും എന്നൊക്കെ പറയുമ്പോഴും പലയിടങ്ങളിലും ആളുകൾ പറയുന്നൊരു പരാതിയും കൂടുതൽ സമയം, അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ചിലയിടങ്ങളിൽ സമാന രൂപത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായി എന്ന നിലയ്ക്കാണ് അതായത് അറിയിച്ച് ഉള്ള വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ഓരോ മേഖലയെ അനുസരിച്ച് പീക്ക് ടൈം കണക്കാക്കിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ചിലയിടങ്ങളിൽ സമാനമായ രൂപത്തിൽ അപ്രതീക്ഷിതമായി കൂടുതൽ സമയം, അതായത് 20 മിനിറ്റിൽ കൂടുതൽ, 15 മിനിറ്റിൽ കൂടുതൽ എന്നൊക്കെ ആളുകൾ പരാതിയായി പറയുന്നുണ്ട്. പലയിടങ്ങളിലും അത് അരമണിക്കൂറിലധികം നീണ്ടു എന്ന നിലയ്ക്കുള്ള പരാതിയൊക്കെ പറയുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം പൊതുവിൽ എറണാകുളത്തെ സംബന്ധിച്ചാണ് ആശ്വാസ മഴ ലഭിച്ചത്. മധ്യ കേരളത്തെ സംബന്ധിച്ച് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ എറണാകുളത്തിന്റെ ഒരു നഗരമേഖല എടുക്കുകയാണെങ്കിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. മഴ ലഭ്യമാകുമെന്ന പ്രവചനം സ്വാഭാവികമായി ഉണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആളുകൾ. പൊതുവിൽ അങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്നത് കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് അന്യമാണല്ലോ. അതുകൊണ്ട് അതും ഒരല്പം ആശ്വാസം പകരുന്ന കാര്യമാണ്. പക്ഷേ ഈ മഴ യഥാർത്ഥത്തിൽ ഈ ഹ്യൂമിഡിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടാക്കും, അതായത് ചൂടിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണല്ലോ. പക്ഷേ അപ്പോഴും ഒരു ആശ്വാസം മഴ കിട്ടി എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ശരി, പലയിടത്തും ചിലയിടങ്ങളിലെങ്കിലും മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. സജോ